ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രശ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 8 ഡിഫറെൻറ്റ് കാജലിൻ്റെ സ്റ്റൈലാണ്. അപ്പം നമുക്ക് എങ്ങനെ കാജൽ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്ത് കോളേജിൽ പോകാം എന്നുള്ള വീഡിയോ ആണ്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാജലിൻ്റെ പെൻസിലാണ്. ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഐ ലുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ അപ്പർ ആൻഡ് ലോവർ വാട്ടർ ലൈനിൽ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പം ഇത് കണ്ണെഴുതാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ കൂടെ ഈ ഐ ലുക്ക് നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ എഴുതിയെന്ന് അറിയത്തില്ല. അപ്പോൾ അത് വാട്ടർ ലൈനിൽ മാത്രമേ എഴുതുന്നുള്ളൂ. ഇപ്പം ഞാൻ എഴുതുന്നത് ലോവർ വാട്ടർ ലൈനിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്പർ വാട്ടർ ലൈനിലും എഴുതുക. അതുപോലെ തന്നെ ഈ കണ്ണിലും എഴുതുക, അപ്പറും ലോവറും വാട്ടർ ലൈനിൽ. അടുത്ത ഐ ലുക്ക് ഒരു വെറൈറ്റി ഐ ലുക്കാണ്. നമ്മൾ താഴത്തെ ലോവർ ലാഷ് ലൈനിൽ പകുതി വരെ എഴുതി കൊടുക്കും. നമ്മൾ ഫുൾ എഴുതുന്നില്ല, പകുതി വരെ എഴുതി കൊടുക്കും. മുകളിൽ നമ്മൾ എഴുതുന്നില്ല. മുകളിൽ ഓൾറെഡി നമ്മൾ വാട്ടർ ലൈനിൽ എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ലോവർ ലാഷ് ലൈനിൽ പകുതി വരെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ കണ്ണും എഴുതി കൊടുക്കുക. അടുത്ത ഐ ലുക്ക് നമ്മൾ താഴെ പകുതി വരെ എഴുതി കൊടുത്ത് അത് വെച്ചിട്ട് മേളിലത്തെ നമ്മൾ അപ്പർ ലാഷ് ലൈനിലും ഹാഫ് വരെ എഴുതി കൊടുക്കുക. ഓൾറെഡി നമ്മൾ വാട്ടർ ലൈൻ വരച്ചേക്കുന്നതുകൊണ്ട് വളരെ ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം. ഓരോ ദിവസവും കോളേജിൽ പോകുമ്പോൾ നമുക്ക് ഈ ഓരോ ഐ ലുക്കിൽ നമുക്ക് എഴുതി പോവാം. എന്നും ഒരേ ഐ ലുക്ക് ആകുമ്പോഴും നമുക്ക് ബോറടിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുക. മുകളിലത്തെ അപ്പർ ലാഷ് ലൈനിൽ നമ്മൾ പകുതി വരെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ കണ്ണും എഴുതി കൊടുക്കുക. ഫോർത്ത് ഐ ലുക്ക് നമ്മൾ മുകളിലത്തെ അപ്പർ ലാഷ് ലൈനിൽ ഫുൾ എഴുതി കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കുക. താഴെ നമ്മൾ അതുപോലെ തന്നെ നിർത്തിയേക്കുവാണ്, ഹാഫ് എഴുതി കൊടുത്തേക്കുവാണ്. അതുപോലെ രണ്ട് കണ്ണിലും ഫുൾ എഴുതി കൊടുക്കുക, താഴെ ഹാഫായിട്ട് എഴുതി കൊടുക്കുക. അതൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഐ ലുക്കിൽ നമ്മൾ ലോവർ ലാഷ് ലൈനിൽ എഴുതിയത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐ ലുക്ക് മോസ്റ്റ്ലി എല്ലാവരും എഴുതുന്ന ഐ ലുക്കാണ്, മുകളിലും താഴെയും ഫുൾ എഴുതി കൊടുക്കുന്നത്. ഇത് നോർമലി എല്ലാവർക്കും അറിയാം. തിക്കായിട്ട് എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഐ ലുക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഐ ലുക്കാണ്. നമ്മളൊരു വിങ് വരച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ്സ് യൂസ് ചെയ്യാം. കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വിങ് വരയ്ക്കണമെന്ന് അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ക്യാമറയിൽ നോക്കി വരയ്ക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്, കറക്റ്റായിട്ട് പറ്റാഞ്ഞത്. പക്ഷേ ഞാൻ എന്നാലും
ക്യാമറയിൽ നോക്കി ഒരുവിധം ട്രൈ ചെയ്തു. അപ്പം നമ്മൾ ആ പിരുകത്തിൻ്റെ അടുത്ത് പിടിച്ചു കൊടുക്കണം. നമുക്ക് എത്ര നീളം വേണം വിങ്ങിന്, ചിലവർക്ക് നീളം ഇഷ്ടമല്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിടിച്ചു കൊടുത്തിട്ട് അത് എഴുതി കഴിഞ്ഞിട്ട് വിടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നീളം വേണമെന്ന്. അപ്പോൾ എത്ര നീളം വേണോ അത്രയും നമുക്ക് പിടിച്ചിട്ട് എഴുതാൻ പറ്റും. അതുപോലെ മറ്റേ കണ്ണും എഴുതുക. അടുത്ത ഐ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഐ ലുക്കാണ്. ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പം ഈ ഒരു ഐ ലുക്കാണ് ട്രൈ ചെയ്യാറ്. നമ്മൾ വിങ് വരച്ചതങ്ങ് മായ്ക്കണം. എന്നിട്ട് രണ്ട് ഭാഗവും, അതായത് അപ്പർ ലാഷ് ലൈനും ലോവർ ലാഷ് ലൈനും നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കോട്ടൺ ബഡ്സ് എടുത്തിട്ട്. അപ്പം നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുക മുകളിൽ. സ്മഡ്ജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കളർ ഒന്ന് ഫെയ്ഡ് ആവും. അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളുടെ ഐ പെൻസിൽ എടുത്തിട്ട് ഒന്നും കൂടി എഴുതിയിട്ട് വേണം വീണ്ടും സ്മഡ്ജ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു ലൈറ്റ് കളറേ അവിടെ മുകളിൽ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്മഡ്ജിങ്ങിനകത്ത് അല്ലെങ്കിൽ സ്മോക്കി ഐക്കകത്ത്, വലിയ സ്മോക്കി അല്ല എന്നാലും അങ്ങനെ ചെയ്യുന്നതിനകത്തൊരു ഭംഗി കാണില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും എഴുതി കൊടുത്തിട്ട് വേണം വീണ്ടും ബഡ്സ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോവർ ലാഷ് ലൈനിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പം ഇനിയും നല്ല വീഡിയോസുമായി കാണും വരെയും ബൈ.